1987 റിലീസായ നാടോടിക്കാറ്റ് എന്ന സിനിമ ഓർമ്മയില്ലേ? ചിത്രത്തിൽ മലയാളിയുടെ നൊസ്റ്റാൾജിയെ ഉണർത്തുന്ന വൈശാഖ സന്ധ്യ എന്ന പാട്ട്. അതിലെ നായിക ആഗ്രഹിച്ചത് ഭർത്താവിന്റെ സ്കൂട്ടറിന് പിന്നിലിരുന്ന് ജോലിക്ക് പോകുന്ന ഒരു ജീവിതമാണ്. 1980കളിലും 90കളിലും അതായിരുന്നു ഒരു ശരാശരി മലയാളി. ആ ആഗ്രഹങ്ങളെ സഫലമാക്കിയ ഒരു വാഹനമുണ്ട്, ചേതക് സ്കൂട്ടർ. ഇന്ത്യയാകെ ചേതക് തരംഗം തീർത്തു. ബജാജ് ചേതക്കിൽ പിതാവിനൊപ്പം സ്കൂളിന്റെ മുറ്റത്ത് ചെന്നിറങ്ങാൻ ആഗ്രഹിച്ച ബാല്യം. വൈകുന്നേരങ്ങളിൽ ബജാജ് ചേതക്കിൽ കൂട്ടുകാരുമായി നഗരത്തിലൂടെ ഒഴുകാൻ ആഗ്രഹിച്ച യുവത്വം. ഭാര്യയും കുട്ടികളുമായി പുറത്തു പോകാൻ ഒരു ബജാജ് ചേതക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ച യൗവനം. നമ്മളെ ഏറെ കൊതിപ്പിച്ച ബജാജിന്റെ കഥയിലൂടെ 1990കളിൽ ഹമാര ബജാജ് എന്ന ജിങ്കിളോടെ ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിൽ ഇടം നേടിയ ബജാജ് പല മോഡലുകളിലായി 1980കളിലും 90കളിലും 2000ത്തിലും ഇന്ത്യൻ യുവത്വത്തിന്റെ പര്യായമായിരുന്ന ബജാജ്. അക്കാലത്തെ ഹരമായ ഇരുചക്ര മോഡലുകളെല്ലാം ബജാജിന്റെ സൃഷ്ടികളായിരുന്നു. ഹീറോ ഹോണ്ടയുമായുള്ള കടുത്ത മത്സരത്തിലും ടൂ വീലർ മാർക്കറ്റിന്റെ ഭൂരിഭാഗവും നിയന്ത്രിച്ച ബജാജിന്റെ ഇന്നത്തെ വിപണി മൂലധനം 1 ലക്ഷം കോടിയാണ്. ലോകത്തെ ഏറ്റവും മൂല്യമേറിയ ഇരുചക്ര മുച്ചക്ര വാഹന നിർമ്മാണ കമ്പനിയായി മാറിയ ബജാജിന്റെ തുടക്കം 1945-ൽ ഒരു ട്രേഡിംഗ് കമ്പനിയായിരുന്നു ബജാജ് ട്രേഡിംഗ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. 1948ഓടെ വിദേശ ബ്രാൻഡുകളായ ഇരുചക്ര വാഹനം ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വിറ്റു തുടങ്ങി. ചേതക്കിന്റെ തിളക്കം 1990കളോടെ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ നിരത്തുകളിൽ മോട്ടോർ സൈക്കിളുകളുടെ ഹരം വന്നു തുടങ്ങിയിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. സ്കൂട്ടർ വിട്ട് ആളുകൾ മോട്ടോർ സൈക്കിൾ വാങ്ങാൻ തുടങ്ങിയതോടെ വിൽപ്പനയിൽ ബജാജ് 4ാം സ്ഥാനത്തെത്തി. ഹീറോ ഹോണ്ട, യമഹ, TVS എന്നിവരുടെ ബൈക്കുകൾ കുതിച്ചു കയറി. 2009-ൽ ബജാജ് ഒരു തീരുമാനമെടുത്തു. സ്കൂട്ടറുകൾ നിർമ്മിക്കുന്നത് പൂർണ്ണമായും നിർത്തുക. പകരം പൾസർ, KTM പോലുള്ള മോട്ടോർ സൈക്കിളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർ തീരുമാനിച്ചു. വർഷം 2020 ബജാജ് ചേതക്കിനെ വീണ്ടും വിപണിയിലെത്തിച്ചു. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു ഇലക്ട്രിക് സ്കൂട്ടറായിട്ടായിരുന്നു ബജാജ് അവതരിപ്പിച്ചത്. കാലത്തിനനുസരിച്ച് മാറാൻ ബജാജ് എടുത്ത തീരുമാനമാണ് അവരെ ഇപ്പോഴും വിപണിയിൽ മൂല്യമുള്ളതാക്കുന്നത്. ഓർക്കുക, ഇതൊരു പാഠമാണ്. ഇനി ഏത് സക്സസ്ഫുൾ ബിസിനസ് ഐഡിയ ആണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.